സഞ്ജു ജയ്സ്വാൾ ഓപ്പണിംഗ്, ഒപ്പം അസ്ഹർ, മില്ലർ, ഷമി. കേരളത്തിന് കിടു ടീം റെഡി. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. IPLന്റെ 18ാം സീസൺ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. കേരളത്തിന്റെ സാന്നിധ്യമില്ലാതെയാണ് വീണ്ടുമൊരു ടൂർണമെന്റിന് കൊടിയിറങ്ങുന്നത്. കേരള മണ്ണിൽ നിന്ന് സ്വന്തമായൊരു ടീമെന്നത് ലോകമെമ്പാടുമുള്ള മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ്. പക്ഷേ അത് എപ്പോൾ യാഥാർത്ഥ്യമാവുമെന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടതുണ്ട്. ടൂർണമെന്റിന്റെ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ ഒരിക്കൽ മാത്രമേ IPLൽ കേരള ടീമിന്റെ സാന്നിധ്യമുണ്ടായിട്ടുള്ളൂ. 2011-ലായിരുന്നു ഇത്. ശ്രീലങ്കയുടെ മുൻ ഇതിഹാസം മഹേല ജയവർദ്ധനയെ നായകനാക്കി കൊച്ചിയിൽ നിന്നുള്ള കൊച്ചി ടസ്കേഴ്സ് കേരളയാണ് IPLൽ ഒരു കൈ നോക്കിയത്. പക്ഷേ ടീമിന് വെറും ഒരു വർഷം മാത്രമേ ആയുസ്സുണ്ടായുള്ളൂ. BCCIയുമായുള്ള കരാർ പുതുക്കുന്നതിൽ വീഴ്ച വരുത്തിയതോടെ ടസ്കേഴ്സിനെ പുറത്താക്കുകയായിരുന്നു. അതിനുശേഷം കേരളത്തിൽ നിന്ന് മറ്റൊരു ടീം IPLൽ ഉണ്ടായിട്ടില്ല. ഇത് തീർച്ചയായും നിരാശാജനകം തന്നെയാണ്. എന്നാൽ അടുത്ത സീസണിൽ കൊച്ചിയോ തിരുവനന്തപുരമോ ആസ്ഥാനമാക്കി ഒരു IPL ടീം വരികയാണെങ്കിൽ ആരൊക്കെയാവും ഫ്രാഞ്ചൈസിയിൽ ഉണ്ടാവുകയെന്ന് നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ നിന്ന് പുതുതായി ഒരു IPL ടീം വരികയാണെങ്കിൽ അതിനെ നയിക്കാൻ സഞ്ജു സാംസണെ അല്ലാതെ മറ്റാരെയും കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം കേരള ക്രിക്കറ്റിന്റെ പോസ്റ്റർ ബോയ് തന്നെയാണ് അദ്ദേഹം. നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു ഫ്രാഞ്ചൈസി വന്നാൽ അദ്ദേഹം തീർച്ചയായും കൂടെയുണ്ടാകുമെന്നതിൽ സംശയമില്ല. റോയൽസിൽ നിന്ന് മറ്റൊരു താരം കൂടി കേരള ടീമിലേക്ക് വരും. അത് യുവ അഗ്രസീവ് ഓപ്പണർ യശസ്വി ജയ്സ്വാൾ തന്നെയായിരിക്കും. സഞ്ജുവിനെ സ്വന്തം ചേട്ടനെ പോലെ കാണുന്നയാളാണ് അദ്ദേഹം. റോയൽസിൽ ഇനി തനിക്ക് വലിയ ഭാവിയില്ലെന്നും റിയാൻ പരാഗ് ആയിരിക്കും അടുത്ത ക്യാപ്റ്റനെന്നും ഉറപ്പായതിനാൽ കേരള ടീമിന്റെ ഓഫർ വന്നാൽ അത് ജയ്സ്വാൾ തീർച്ചയായും സ്വീകരിക്കും. കേരള ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ എന്ന പുതിയ ചുമതല കൂടി അദ്ദേഹത്തിനുണ്ടാകും. അടുത്ത സീസണിനു മുമ്പ് മെഗാ ലേലമില്ലാത്തതിനാൽ താരങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഓപ്ഷനുകൾ കേരള ടീമിന് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സീസണിനു ശേഷം വിവിധ ഫ്രാഞ്ചൈസികൾ ഒഴിവാക്കാനിടയുള്ള ചില പ്രധാന താരങ്ങളെ ലേലത്തിൽ നോട്ടമിടാം. 3ാം നമ്പറിലേക്ക് കേരളത്തിന് ടീമിലെത്തിക്കാൻ സാധിക്കുന്നയാളാണ് മലയാളി വെടിക്കെട്ട് താരം മുഹമ്മദ് അസ്ഹറുദ്ദീൻ. നായകൻ സഞ്ജു സാംസണെ കൂടാതെ ടീമിലെ മറ്റൊരു മലയാളി സാന്നിധ്യമായിരിക്കും അദ്ദേഹം. 4ാം നമ്പറിലേക്ക് സൗത്ത് ആഫ്രിക്കയുടെ ഇടംകയ്യൻ ബാറ്റർ ഡേവിഡ് മില്ലർ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. 5ാമനായി ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്ററും ഓൾറൗണ്ടറുമായ ലിയാം ലിവിങ്സ്റ്റണിനെയും 6ാമനായി മറ്റൊരു ഇടിവെട്ട് ബാറ്ററും ന്യൂസിലാൻഡ് ഓൾറൗണ്ടറുമായ ഗ്ലെൻ ഫിലിപ്സിനെയും കേരളത്തിന് നോട്ടമിടാം. 7ാമൻ ഇന്ത്യൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറായിരിക്കും. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ റോളിലേക്ക് രവി ബിഷ്ണോയിയാണ് ബെസ്റ്റ്. തുടർന്ന് പേസർമാരുടെ ഊഴമായിരിക്കും. പരിചയസമ്പന്നനായ ഇന്ത്യൻ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് ഷമിയാവും പേസാക്രമണത്തിന് ചുക്കാൻ പിടിക്കുക. കൂട്ടിന് നടരാജനുമുണ്ടാവും. 3ാമത്തെ പേസർ സൗത്ത് ആഫ്രിക്കയുടെ ആൻഡ്രിച്ച് നോർക്കിയായിരിക്കും.